താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് തരാം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിന് കറണ്ടിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അന്ന് പണ്ടത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൂടി അഡ്വാൻസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് ആപ്പിൾ ഇത് കണ്ടുപിടിച്ചത്. ഇത്രയേ ഉള്ളൂ. 2 വ്യത്യസ്ത നീളമുള്ള കമ്പികൾ എടുക്കുക, ഒന്ന് ഇടതും ഒന്ന് വലതും. നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇടതും വലതും മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് 2 പേർക്കും ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിൽ നിന്നും വാങ്ങിച്ച് ചെവിയെ പിടിക്കാൻ പറ്റും. 2 വ്യത്യസ്ത നീളമുള്ള കമ്പികൾ ഇടത് സൈഡിലും വലത് സൈഡിലും കുത്തി വെക്കുക. അപ്പം കുറച്ച് തേങ്ങാപ്പൂളും ചക്കരപ്പൂളും എടുത്ത് വെച്ചേക്കണം. അന്നത്തെ കാലത്തൊക്കെ ഈ തേങ്ങാപ്പൂളും ചക്കരപ്പൂളിനൊക്കെ വിലക്കുറവാണ്. ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്. അപ്പം തേങ്ങയ്ക്കും ചക്കരപ്പൂളും നമ്മളൊരു കരുതലായി കാണണം. അപ്പം ഈ കമ്പിയിൽ തേങ്ങാപ്പൂളും മറ്റേ ചക്കരപ്പൂളും വെക്കണം. വെച്ചിട്ട് എലി വരുന്ന ഭാഗത്ത് വേണം വെക്കാൻ. അപ്പം നമ്മളിങ്ങനെ ഒരു 11 മണി രാത്രി 12 മണി രാത്രി ആകുമ്പോൾ നമ്മൾ നോക്കണം, താല്പര്യമാറ്റം ഉണ്ടാകാതെ പിന്നെ നോക്കാൻ. അപ്പൊ എലി ഇങ്ങനെ നടന്ന് വന്ന് നോക്കിയിട്ട്, ദൈവമേ, തേങ്ങാപ്പൂളി തിന്നണോ ചക്കരപ്പൂളി തിന്നണോ, ചക്കരപ്പൂളി തിന്നണോ തേങ്ങാപ്പൂളി തിന്നണോ, ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ഒരു മുട്ടയോടെ എടുത്ത് വെച്ചേക്കണം. അതെന്തിനാന്ന് വെച്ചാലേ ഈ തേങ്ങാപ്പൂളും ചക്കരപ്പൂളും തിന്നണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമല്ലോ. ആ സമയത്ത് ഈ മുട്ട എടുത്ത് എല്ലിയുടെ സിസ്റ്റത്തിൽ നോക്കിയത് അത് ഉടക്കാം. ഇതാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഇല്ലെന്ന് പറഞ്ഞത്. എന്ത് തേങ്ങാപ്പൂളും ചക്കരപ്പൂളും ഒന്നേലും ഇല്ലാലും നമുക്ക് എലിയെ പിടിക്കാം. ഇപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം തേങ്ങാപ്പൂളും ചക്കരപ്പൂളും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ എലി തരുന്ന ഭാഗത്ത് ഈ തേങ്ങായി ചക്കരപ്പൂളില്ലാത്ത കമ്പി കുത്തി നിൽക്കണം. പക്ഷെ മുട്ട കൂടി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പൊ എലി ഇങ്ങനെ വന്ന് നോക്കിയിട്ട്, എന്റെ ദൈവമേ, തേങ്ങാപ്പൂളില്ലല്ലോ ചക്കരപ്പൂളില്ലല്ലോ, ചക്കരപ്പൂളില്ലല്ലോ തേങ്ങാപ്പൂളില്ലല്ലോ, ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആ മുട്ടപടി എടുത്തുകൊണ്ട് വന്ന് എലിയുടെ സിസ്റ്റം നോക്കിയിട്ട് അത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എലിയെ പിടിക്കാൻ പറ്റും. ഈ മെഷീൻ ഒരു കുഴപ്പമില്ല. 20-25 വർഷത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയുള്ള ഒരു മെഷീനാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തേങ്ങാപ്പൂളും ചക്കരപ്പൂളും ഒന്നേലും ഇല്ലേലും നമുക്ക് എലിയെ പിടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, എലി വരണം.